ബിഗ് ബോസിലൊക്കെ മത്സരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ചില മത്സരാർത്ഥികൾ ഭയങ്കര ഒരു സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയൊക്കെ പോലെ അവരെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുകയും നല്ല രീതിയിലൊരു ഫോളോവേഴ്സും സപ്പോർട്ടും സ്വീകരണവും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പൊ ഒരു ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിനകത്ത് നോക്കുകയാണെങ്കിൽ അനീഷിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകരണവും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അത്തരത്തിലുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഒരു കോമണർ ആണ്. ആർക്കും തന്നെ വലിയ രീതിയിൽ ഒരു അറിയുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ളതോ സെലിബ്രേറ്റിയോ കാര്യങ്ങളൊന്നും ആണെന്നില്ല. അപ്പൊ അത്തരത്തിൽ വരികയും നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പ്ലാനിങ് കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടും അദ്ദേഹം ആ ഒരു ഹൗസിൽ എന്തൊക്കെ ചെയ്ത് കൂട്ടിയോ അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഫോളോവേഴ്സും സപ്പോർട്ടുമാണ്. അതായത് ബിഗ് ബോസിനകത്ത് ആരാണോ ഈ സീസൺ 7 ആരാണോ ജയിച്ചത് അതിനേക്കാൾ സപ്പോർട്ട് എന്തായാലും അനീഷിന് എന്തായാലും ഇപ്പൊ നിലവിൽ എന്തായാലും ലഭിച്ചു വരുന്നത് നമ്മൾ എന്തായാലും കാണുന്നുണ്ട്. പക്ഷെ ഇത് ഒരുപാട് നാൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അനീഷിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. കാര്യം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു പല സൈഡ്സിൽ നിന്ന് സംസാരിക്കുകയും കുറച്ച് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് അനീഷിനെ കൊണ്ട് അധികം സാധിക്കുന്ന പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള റീസൺസ് എന്തായാലും പറയുന്നതാണ്. പിന്നെ ഇതിന് മുന്നേ ഉള്ള സീസൺസിൽ നോക്കുകയാണെങ്കിലും ഇത്തരത്തിൽ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുകയും പക്ഷെ അത് തുടർന്ന് വരുന്ന ആൾക്കാരുണ്ട്, അത് വേണ്ട രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാരും ഉണ്ട്. അത് ആരൊക്കെയാണ് എത്തരത്തിലൊക്കെയാണ് അവർ കണ്ടിന്യൂ ചെയ്ത് പോരുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത്. എന്നാലും സീസൺ 1 നോക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം ബിഗ് ബോസ് ഓഫ് സീസൺ 1 ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ തന്നെയാണ്. കാര്യം അതൊരു തുടക്കമാണ്. ബിഗ് ബോസ് ഹൗസ് എന്താണെന്നൊന്നും ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അധികം അറിയില്ല. അപ്പൊ അത് അതിലേക്ക് ഈ ഒരു ഷോയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുക എന്ന് പറയുന്ന ആ ഒരു ഷോ നടത്തുന്ന ഒരു ഏറ്റവും വലിയൊരു ആവശ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ തന്നെയാണെന്നാലും ബിഗ് ബോസ് ഹൗസ് സീസൺ 1 എന്തെങ്കിലും ക്ഷണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിലൂടെ വന്ന് തിളങ്ങുകയും പിന്നെ അതിലൂടെ പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരു സ്റ്റാറ്റസിലേക്കൊന്നും വളരേണ്ടതായിട്ടുള്ള ആവശ്യം സീസൺ 1 അങ്ങനെ അധികം മത്സരാർത്ഥികൾക്കൊന്നും വേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സീസൺ 1 അങ്ങനെ പറയത്തക്കതായിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലൂടെ വന്നിട്ട് നല്ല രീതിയിലൊരു ഫാൻ ബേസും സപ്പോർട്ടും ഉണ്ടാക്കിയെടുത്ത മത്സരാർത്ഥികൾ ഇല്ലെന്ന് തന്നെയാണ് ഈ പറയും. ബിഗ് ബോസ് ഹൗസ് സീസൺ 2 നോക്കുകയാണെങ്കിൽ രജിത് കുമാർ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് നയിക്കാനും സംസാരിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാം നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. നല്ല രീതിയിലൊരു സപ്പോർട്ടും പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് എന്തായാലും സാധിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഈ യൂത്തിനിടയിൽ നിന്ന് നല്ല രീതിയിലൊരു സപ്പോർട്ട് ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസ് ഷോയെ കഴിഞ്ഞ് കുറച്ചധികം നാളുകൾക്ക് ശേഷവും ആ ഒരു ഫാൻ ബേസും സപ്പോർട്ടും നിലനിർത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സാധിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ എന്തായാലും പറയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന പല നിലപാടുകളായിക്കോട്ടെ, ഇദ്ദേഹത്തിന്റെ പല കാഴ്ചപ്പാടുകളായിക്കോട്ടെ, ഇതൊന്നും വേണ്ട രീതിയിൽ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. കാര്യം ഇപ്പൊ ഈ ഒരു അനീഷിന് ഒരു 10 ലക്ഷം കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് സീസൺ 2 പ്രധാന അട്രാക്ഷൻ താനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ 2 കംപ്ലീറ്റ് ചെയ്യാതെ പാതി വെച്ച് വിട്ടുപോയ ഒരു സീസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിന്നറിന് പോലും ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു എമൗണ്ട് തനിക്ക് ലഭിക്കുകയാണെങ്കിൽ, അതായത് പ്രധാന ആകർഷണം താനായിരുന്നു ആ ഒരു ഷോയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തരത്തിലൊരു എമൗണ്ട് ലഭിക്കുകയാണെങ്കിൽ തനിക്ക് ആ കാശ് കൊണ്ട് ചാരിറ്റി ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ അതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിനെതിരെ വരികയും ആ ഒരു ഫണ്ണായി മാറുന്ന രീതിയിലേക്ക് എന്തായാലും വരുന്നുണ്ട്. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, ഇതിന് മുന്നേയുള്ള പല കാര്യങ്ങളിൽ പോലും നമുക്കിത് കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യത്തെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ അത് പിന്നീട് കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് നാളത്തേക്ക് കൊണ്ടുപോകാൻ രജിത് കുമാറിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. അതേസമയം സീസൺ 3 പോവുകയാണെങ്കിലും ഇത്രയധികം ഒരു ഫാൻ ബേസോ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ലഭിച്ചിരുന്ന ഒരു മത്സരാർത്ഥികൾ പോലും ആ ഒരു സീസണിലും ഉണ്ടായിരുന്നില്ല. അതേസമയം സീസൺ 4 നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസ് മലയാളത്തിനകത്തുള്ള ഷോയിനകത്ത് തന്നെ ഏറ്റവും അധികം ഒരു ഫാൻ ബേസും സപ്പോർട്ടും അധികം ലഭിച്ചിരുന്നത് സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഡോക്ടർ റോബിൻ മാത്രമല്ല, അതിനകത്ത് പല മത്സരാർത്ഥികളും വളരെയധികം ഒരു പക്ക നല്ല രീതിയിൽ സ്റ്റാൻഡ് ഉള്ളതും നല്ല രീതിയിൽ നിലപാടുകളും നല്ല രീതിയിൽ കാഴ്ചപ്പാടുകളും നല്ല രീതിയിൽ സംസാരിക്കാനും എല്ലാം നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഏറ്റവും അധികം ഫേവററ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സീസൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീസൺ 4 ആണെന്നാണ് എനിക്ക് പറയാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഈ ഡോക്ടർ റോബിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഇമോഷണൽ കണക്ഷൻ ഈ ഓഡിയൻസുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് എന്തായാലും സാധിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വിന്നർ അല്ല, അദ്ദേഹം ഇത്തരത്തിൽ വിക്റ്റായി പുറത്തു വന്നതിന് ശേഷം നിലവിൽ ഇപ്പോഴും, അതായത് സീസൺ 4 ഇപ്പൊ കഴിഞ്ഞാൽ ഇപ്പൊ സീസൺ 7 വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ആയിക്കോട്ടെ, ആ ഒരു സ്നേഹമായിക്കോട്ടെ, അതിന് ഇപ്പോഴും ഒരു കുറവില്ല എന്ന് തന്നെ എനിക്ക് എന്തായാലും തോന്നുന്നു. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകളായിക്കോട്ടെ, എല്ലാം ആ ഒരു ഈ പറഞ്ഞ കാണുന്ന ഓഡിയൻസ് എങ്ങനെ ചിന്തിക്കും എന്നുള്ള ഇതിൽ തന്നെ അറിഞ്ഞു തന്നെയാണ് അദ്ദേഹം എന്തായാലും പറയുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു എനർജിയും കാര്യങ്ങളും എല്ലാം ചിലപ്പോൾ അതിനെതിരെയുള്ള ഒരു ട്രോളുകളും ഹേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് പലർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തായാലും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ കളഞ്ഞു കുളിക്കാതെ ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തായാലും സാധിക്കുന്നുണ്ട് എന്നാണ് എന്തായാലും മനസ്സിലാക്കുന്നത്. എന്നാൽ ബിഗ് ബോസ് ഹൗസ് സീസൺ 5 നോക്കുകയാണെങ്കിൽ അത് അഖിൽ മാരാറായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഒരു സപ്പോർട്ടും ഫാൻ ബേസും എല്ലാം അത്രത്തോളം കൂടുതൽ തന്നെയായിരുന്നു.
അത് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും പല ഡിസ്കഷൻസിലെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകളും എല്ലാം അദ്ദേഹം തുറന്നു വെച്ച് പറയുകയും അതിനും നല്ല രീതിയിൽ ഒരു അപ്രിസിയേഷൻസും കാര്യങ്ങളും എല്ലാം ലഭിച്ച് ഇപ്പോഴും വളരെയധികം സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അഖിൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വളരെയധികം ഈ പറയുന്ന മറ്റാൾക്കാരെ പോലെ ഇപ്പൊ ഡോക്ടർ റോബിൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷനിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും അങ്ങനെ പല ആൾക്കാരും അവരെ ജോലികളിലേക്ക് പോകുന്ന സമയം അഖിൽ ചെയ്തെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലൂടെ എന്താണോ തനിക്ക് കൂടുതൽ ഇനി ഉപയോഗിക്കാൻ പറ്റുക, ഇതിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു സാധ്യതയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് വളരെയധികം പല പരിപാടികളിലും കാര്യങ്ങളിലും എല്ലാം മുന്നിൽ തന്നെ കാണുന്ന ഒരാൾ തന്നെയാണ് അഖിൽ മാരാർ. സോ ഇദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച വിജയമായിക്കോട്ടെ, അദ്ദേഹത്തിന് ലഭിച്ച സപ്പോർട്ട് ആയിക്കോട്ടെ, അതെല്ലാം വളരെയധികം ബുദ്ധി ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് അതെങ്ങനെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ബിഗ് ബോസ് ഓഫ് സീസൺ 6 നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഒരു ഫാൻ ബേസോ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ആർക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ചെറിയ ചെറിയ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലൊരു ജനക്കൂട്ടത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതോ നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനോ സീസൺ 6 ഒരു മത്സരാർത്ഥിക്കും എന്നാലും സാധിച്ചിരുന്നില്ല. പക്ഷേ സീസൺ 7 വരുന്ന സമയത്ത് അങ്ങനെയല്ല. അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി നല്ല രീതിയിലൊരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുകയും നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുകയും എല്ലാം ചെയ്ത ഒരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതൊരു കുറെ അധികം നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് റണ്ണിലേക്ക് ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുമോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന കാണുന്ന ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുമായിട്ടെല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ ഇദ്ദേഹം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നതാണ്. പല ക്വസ്റ്റ്യൻസിനും ഇദ്ദേഹം അങ്ങനെ അധികം ആൻസറോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കും പല കാര്യങ്ങൾക്കും ഇദ്ദേഹം പ്രതികരിക്കാതെ ഉണ്ടാതിരിക്കുന്ന സമയത്തേക്ക് ഈ ഒരു ജസ്റ്റ് സീസൺ 7 കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനും ആൾക്കാർക്ക് ഒരു ആകാംക്ഷയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഒരുപാട് കൂടുതൽ നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒന്നും പ്രതികരിക്കാതെ ഇത്തരത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു അറ്റൻഷൻ ഇദ്ദേഹത്തിനോടുള്ള കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇത്തരത്തിൽ എല്ലാ പ്ലാറ്റ്ഫോംസിലും അല്ലെങ്കിൽ എല്ലാ പരിപാടികളിലും വന്നിട്ട് ഇത്തരത്തിൽ വളരെ കുറച്ച് മാത്രം സംസാരിച്ചിട്ട് ബാക്കി ചോദ്യങ്ങൾക്കെല്ലാം ഉണ്ടാതിരുന്ന് ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഓഡിയൻസ് അറിയും ഇദ്ദേഹത്തിന് എന്തായാലും പുതിയതായിട്ടൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ റീൽസ് ആണെങ്കിൽ അത് സ്വൈപ്പ് ചെയ്ത് അടുത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ആൾക്കാർക്ക് വളരെയധികം അറ്റൻഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഒരാളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചിട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വേണ്ടി ഈ ഒരു റീലിന് വേണ്ടി അധികം സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഇതിലൊരു ചിന്ത ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന അറ്റൻഷൻ കുറഞ്ഞ് പയ്യെ അതങ്ങ് ഇല്ലാതാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ ഈ അനീഷ് ആണെങ്കിൽ അവന് ഒരുപാട് ഈ പറയുന്ന സ്ക്രീൻസിലെല്ലാം മുന്നിൽ വളരെയധികം നിൽക്കാനും അല്ലെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസും അല്ലെങ്കിൽ ഒരുപാട് പരിപാടികളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള വളരെയധികം ആഗ്രഹമുള്ള ഒരാളായിട്ടൊന്നും പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നിയിട്ടുമില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ഇടുക. ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും വിപരീത അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടുക. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്.